ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധഭീഷണികളും അക്രമങ്ങളും സഹിക്കാൻ പറ്റാത്തവയാണ്. എന്തിനാണ് ഈ യുദ്ധം? എന്തിനാണ് ആളുകളെ എല്ലാം ഇങ്ങനെ കൊന്നൊടുക്കുന്നത്? എന്തിനാണ് വൈരാഗ്യം? നമ്മൾക്ക് എത്ര നേരത്തെ ജീവനുണ്ട്? ഒരു നിമിഷ നേരം കൊണ്ട് പിടഞ്ഞ് മരിക്കാനുള്ള ജീവൻ മാത്രമേ നമുക്കുള്ളൂ. അവരവർക്കുള്ള സാധന സാമഗ്രികൾ കൊണ്ട് ജീവിച്ചാൽ പോരെ. മറ്റുള്ളവരുടേത് ആക്രമിച്ച് കൈക്കലാക്കണം. എന്തിനാണ് ഇത്ര മോഹം? അവരവർക്കുള്ളത് കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ജീവിച്ചുകൂടെ? മറ്റുള്ളവരുടേത് ആക്രമിച്ച് പിടിക്കാൻ പോകുമ്പോഴല്ലേ ഈ യുദ്ധങ്ങളിങ്ങനെ നടക്കുക? ജനങ്ങളെ കൊന്നൊടുക്കിയാൽ എന്ത് വിശേഷമാണ്? എന്തിനാണ് ഈ ചോരപ്പുഴ ഒഴുക്കുന്നതിന്? മനുഷ്യരെ സമാധാനമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എന്തിനാണ് ഈ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ പെരുമാറുന്നത്? വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. ഓരോരുത്തരുടെയും ബന്ധുമിത്രാദികളെല്ലാം അന്യനാടുകളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോയി മുട്ടിപ്പണിയെടുത്താണ് അവർ ജീവിക്കുന്നത്. എന്തിനാണ്? അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടി. അങ്ങനെയുള്ളവരെയൊക്കെ പേടിപ്പിച്ച് വിറപ്പിച്ച് ഭയപ്പെടുത്തി കൊന്നൊടുക്കി അപകടമുണ്ടാക്കി എന്തിനാണ് മറ്റ് സ്വത്തുക്കൾ അന്യ ആൾക്കാരുടെ മുതലുകൾ നേടുന്നത്? എന്തിനാണ്? അതൊന്ന് ചിന്തിക്കാൻ പോലും ഇവർക്കാവുന്നില്ലല്ലോ. നമുക്കുള്ളത് കൊണ്ട് ജീവിച്ചാൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരുടെ സ്വത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? തെറ്റല്ലേ? ഓരോർക്ക് ദൈവം തന്നിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് അവരവർ ജീവിക്കുക. ഓരോ രാജ്യങ്ങളും അങ്ങനെ ജീവിച്ചാൽ പോരെ. എന്തിനാണ് ഈ മറ്റുള്ളവരുടെ ആക്രമിച്ച് പിടിക്കാൻ പോകുന്നത്? നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളെയൊക്കെ, ജീവനുള്ളവരെയൊക്കെ പച്ചയോടെ ചുട്ടുകൊന്ന് രക്തപ്പുഴ ഒഴുക്കി അസമാധാനം രാജ്യത്തിൽ സൃഷ്ടിച്ച് എന്തിനാണ് ഈ ഭീകരത എങ്ങനെ ചെയ്യുന്നത്? എല്ലാവർക്കും ഒന്ന് ചിന്തിച്ചുകൂടെ? നമ്മളെപ്പോലെയുള്ള നമ്മുടെ ശരീരം നുള്ളിയാൽ നമുക്ക് വേദന എടുക്കും. അതുപോലെയല്ലേ മറ്റുള്ളവർക്ക്? പാവങ്ങൾ, നിരപരാധികൾ. ഒരു സ്കൂളിൽ ഏതാണ്ട് സ്ഫോടനം. എത്ര കുഞ്ഞുങ്ങളാണ് വെന്തു മരിച്ചത്? എത്ര അമ്മമാർ 10 മാസം വയറ്റിൽ കൊണ്ട് നടന്ന് വേദനകളും ത്യാഗങ്ങളും സഹിച്ച് പ്രസവിച്ച കുഞ്ഞുങ്ങൾ ആണ് വെന്തു മരിച്ചത്. ഒരമ്മയുടെ ജാഗ്രതയും ഉത്തരവാദിത്വവും ശ്രദ്ധയും വിഷമങ്ങളും വേദനകളും ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ കേടുപാട് കൂടാതെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അംഗവൈകല്യങ്ങളില്ലാതെ അതിനെ അപകടത്തിലൊന്നും തീയിലും വെള്ളത്തിലും വീഴാതെ എത്ര ഭദ്രമായിട്ട് കാത്ത് സൂക്ഷിച്ചാലാണ് അത് വളർന്ന് വലുതായി ഒരു 5 or 6 വയസ്സായി സ്കൂളിൽ പോകാൻ പാകമാകുന്നത്? അതെല്ലാം വെറുതെ ആയില്ലേ? എത്ര അമ്മമാരുടെ വേദനയാണ് വെറുതെ ആയിപ്പോയത്. ആ അമ്മമാർക്ക് ഇനി അതേപോലെ ഒരു മക്കളെ സൃഷ്ടിക്കാൻ പറ്റുമോ? സ്വന്തം ചോരയിലൊരു കുഞ്ഞ് ജനിക്കാൻ ഇനി പറ്റുമോ? ഒരു കുഞ്ഞുണ്ടായത് പോയിട്ട് പിന്നെ വേറെ കിട്ടിയിട്ടെന്തിനാ? അതും ആവശ്യമില്ല. എല്ലാം ചിന്തിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. ആരും അന്യരല്ലെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സഹോദരി സഹോദരങ്ങളാണ്. സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത്. നമുക്കുള്ളത് മാത്രം, നമ്മുടേതെന്ന് മാത്രം ചിന്തിച്ച് ജീവിച്ചാൽ പോരെ. അങ്ങനെയല്ലേ വേണ്ടത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ധാന്യങ്ങളോ സ്വത്തുക്കളോ കൂടുതലുണ്ടെന്നും പറഞ്ഞ് അവരുടെ തട്ടിപ്പറിച്ച് അവരെ കൊന്നൊടുക്കി എടുത്തുകൊണ്ട് വരുന്നതാണോ മര്യാദ? അതാണോ ദൈവം പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും? അന്യൻ്റെ മുതൽ കട്ടുകൊണ്ട് വന്നാൽ തല്ല് പിടിച്ച് മേടിച്ചുകൊണ്ട് വന്ന് ജീവിക്കാനാണോ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരോടും? അങ്ങനെയാണോ ദൈവം പറഞ്ഞേക്കുന്നത്? എന്തായാലും വളരെ ശോചനീയമായ ഒരവസ്ഥ തന്നെയാണിത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു.